2 വർഷം മുമ്പ് ഒരു AI ക്യാമറയുടെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ കേരളത്തിലുള്ളവർക്ക് നഷ്ടമായത്. അതിനൊറ്റ കാരണം എന്ന് പറയുന്നത് ക്യാമറകൾ വെച്ചു പിന്നീട് അത് ശരിയാക്കാനോ മെയിൻ്റനൻസ് ചെയ്യാനോ കാശ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ AI ക്യാമറകൾ പോയത്. പക്ഷെ ഇതിന്റെ ശരിക്കുമുള്ള കാരണം എന്താ? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റവും വോട്ടിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ ബ്ലോക്ക് ചെയിന് ഇതിനുള്ള ഉത്തരമുണ്ട്. അതിനെ നമ്മൾ ഡാവോ എന്ന് പറയുന്നു. ദ ഗ്രേറ്റ് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയും. സോ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത്. അതിൽ എലക്ഷൻസ് വരെ ഈ കാലത്ത് റിഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്ലോക്ക് ചെയിനിന് സഹായം ഉള്ളതുകൊണ്ട് ഇതിന് റിഗിങ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് അതിനനുസരിച്ച് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ഈ വോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി അതിന്റെ ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് AI ക്യാമറ പോലുള്ള പ്രൊജക്ടുകൾ വരുമ്പോൾ ഡാവോ ത്രൂ ചെയ്യുമ്പോൾ എന്താണ്, ലോകത്തുള്ള എല്ലാ കേരളീയരും ഇത് അറിയുകയും ചെയ്യും. ഇതുപോലത്തെ ഒരു പ്രൊജക്ട് മുമ്പോട്ട് നടക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഗവൺമെന്റ് ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഇത് പാസ്സാക്കാനുള്ള അനുവാദം കിട്ടും. സോ നെക്സ്റ്റ് ടൈം ബ്ലോക്ക് ചെയിൻ നമ്മുടെ കേരള ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ. അങ്ങനെ നല്ലൊരു ഭരണം നമുക്ക് കിട്ടട്ടെ.